കേരളത്തിലും വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തണമെന്ന ഹർജിയിൽ സംസ്ഥാന സർക്കാരിന് നോട്ടീസ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളം, തമിഴ്നാട്, അസം, ബംഗാൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തണമെന്നാവശ്യപ്പെട്ട അശ്വിനി കുമാർ ഉപാധ്യായയാണ് ഹർജി നൽകിയത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ പരിശുദ്ധിക്ക് വോട്ടർ പട്ടിക പരിഷ്കരണം അനിവാര്യമാണെന്നാണ് അശ്വിനി കുമാർ ഉപാധ്യായ ചൂണ്ടിക്കാട്ടിയത്. നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, വിശദാംശങ്ങൾ. അല്ലംബേർ 2026 കേരളം, തമിഴ്നാട്, അസം, ബംഗാൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് സുപ്രീം കോടതിയിൽ ഇത്തരത്തിലൊരു ഹർജി അവിടെ ഫയൽ ചെയ്തത്. BJP നേതാവും അഭിഭാഷകനുമായ അശ്വിനി കുമാർ ഉപാധ്യായയാണ് ഇത്തരമൊരു ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ പരിശുദ്ധിക്ക് വോട്ടർ പട്ടികയുടെ പരിഷ്കരണം അനിവാര്യമാണെന്നാണ് അശ്വിനി കുമാർ ഉപാധ്യായ ഇതിൽ ചൂണ്ടിക്കാണിച്ചത്. ഇന്നിപ്പോൾ ഹർജി പരിഗണിച്ച സുപ്രീം കോടതി ഇത് സംബന്ധിച്ച നിലപാട് വ്യക്തമാക്കുവാൻ വേണ്ടി കേരളത്തിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നോട്ടീസ് അയച്ചിരിക്കുകയാണ്. യഥാർത്ഥ ഇന്ത്യൻ പൗരന്മാരെ മാത്രമേ വോട്ടർ പട്ടികയിൽ ചേർക്കുകയുള്ളൂ എന്ന് ഉറപ്പാക്കാനും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സമഗ്രതയും പരിശുദ്ധിയും സംരക്ഷിക്കുവാനും വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം പ്രധാനമാണെന്നും ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ വാദമുഖങ്ങൾ കോടതി പരിഗണിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ കേരളത്തിനും അതേപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങൾക്കും, അതായത് 2026 തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന തമിഴ്നാട്, അസം, ബംഗാൾ, പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങൾക്കും ഇന്നിപ്പോൾ സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. നമ്പ്യാർ. കേരളത്തിലും വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തണമെന്ന ഹർജിയിൽ സംസ്ഥാന സർക്കാരിന് നോട്ടീസ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളം, തമിഴ്നാട്, അസം, ബംഗാൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തണമെന്നാവശ്യപ്പെട്ട അശ്വിനി കുമാർ ഉപാധ്യായ ആണ് ഹർജി നൽകിയത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ പരിശുദ്ധിക്ക് വോട്ടർ പട്ടിക പരിഷ്കരണം അനിവാര്യമാണെന്നാണ് അശ്വിനി കുമാർ ഉപാധ്യായ ചൂണ്ടിക്കാട്ടിയത്.